ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ദേശീയ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ആഗോള ഐക്യം അനിവാര്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 145ാം ജന്മദിനത്തിൽ സർദാർ വല്ലഭ്ഭായ് പട്ടേലിന് രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജനങ്ങളുമായി ബന്ധം പുലർത്താനും പ്രതികരണശേഷിയുള്ളവരാകാനും ശ്രദ്ധിക്കണമെന്ന് സിവിൽ സർവീസ് ട്രെയിനികളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ ഇന്ന് 7,983 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 7,330 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 91% കടന്നു. ഐപിഎല്ലിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് ജയം. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും നേർക്കുനേർ. വാർത്തകൾ വിശദമായി. സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ 145ാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ കെവാഡിയയിൽ ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ദേശീയ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഏകതാ ദിവസ് പരേഡിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ലോകസമാധാനത്തിനും അഭിവൃദ്ധിക്കും ആഗോള ഐക്യം അനിവാര്യമാണെന്ന് വ്യക്തമാക്കി. കർഷകരുടെയും തൊഴിലാളികളുടെയും ദരിദ്രരുടെയും ഉന്നമനത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും ശ്രീ മോദി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിലേക്കാണ് രാഷ്ട്രം നീങ്ങുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻനിര കൊറോണ യോദ്ധാക്കളെയും മഹാമാരിക്കെതിരായ പോരാട്ടത്തെയും അദ്ദേഹം പ്രശംസിച്ചു. രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡിന് സാക്ഷ്യം വഹിച്ച പ്രധാനമന്ത്രി ഏകതാ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന് അവിസ്മരണീയമായ സംഭാവന നൽകിയ പ്രഗത്ഭനായിരുന്നു സർദാർ വല്ലഭ്ഭായ് പട്ടേലെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഉപരാഷ്ട്രപതി ഇക്കാര്യം വ്യക്തമാക്കിയത്. നവഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ പട്ടേലിന്റെ പങ്ക് നിർണായകമായിരുന്നെന്നും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ജനങ്ങളുമായി ബന്ധം പുലർത്താനും പ്രതികരണശേഷിയുള്ളവരാകാനും ശ്രമിക്കണമെന്ന് യുവ സിവിൽ സർവീസ് ട്രെയിനികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. മുസൂറിയിൽ പരിശീലനം നടത്തിവരുന്ന സിവിൽ സർവീസ് ട്രെയിനികളോട് വീഡിയോ കോൺഫറൻസിംഗ് മുഖേന സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആരംഭ് 2020 എന്ന പരിപാടിയിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ നിന്നാണ് പ്രധാനമന്ത്രി സംബന്ധിച്ചത്. സ്വയം പര്യാപ്ത ഇന്ത്യ കൈവരിക്കുന്നതിന് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ കെവാഡിയയിൽ ഏകതാ ദിവസ് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്. 40 സൈനികരുടെ ജീവൻ നഷ്ടമായ ആക്രമണത്തിൽ രാജ്യം അനുശോചിച്ചപ്പോൾ ചിലർ അതിനെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി വിനിയോഗിച്ചു. എന്നാൽ ഇപ്പോൾ അയൽരാജ്യത്തിന്റെ പാർലമെന്റിൽ തന്നെ സത്യം പുറത്തു വന്നതോടെ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ആയിരക്കണക്കിന് ജീവനുകൾ രാജ്യത്തിന് നഷ്ടമായി. ഭീകരവാദത്തിനെതിരെ ഒന്നിക്കാൻ ലോകരാജ്യങ്ങളോട് ശ്രീ മോദി ആവശ്യപ്പെട്ടു. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഒന്നിക്കണമെന്നും രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വികസന പാതയിലെ തടസ്സം നീങ്ങിയതോടെ ജമ്മു കശ്മീരും സമാധാന സന്ധി ഒപ്പുവച്ചതോടെ വടക്കുകിഴക്കൻ ഇന്ത്യയും വളർച്ചയുടെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കെവാദിയയിൽ ഏകതാ പ്രതിമയ്ക്കരികിൽ ജലവിമാനത്താവളവും കെവാദിയയെയും അഹമ്മദാബാദിലെ സബർമതി നദീമുഖത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ സർവീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഇന്ന് രാജ്യം സങ്കൽപ് ദിവസായി ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ 36ാം ചരമവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ബീഹാർ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. 17 ജില്ലകളിലായി 94 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 3-നാണ് നടക്കുന്നത്. ഭോജ്പുരി ഗായകരും സിനിമാ താരങ്ങളും ഉൾപ്പെടെ നിരവധി താരപ്രചാരകരെ അണിനിരത്തിയാണ് വിവിധ പാർട്ടികൾ പ്രചാരണം നടത്തുന്നത്. കർണാടകയിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് നവംബർ 3-ന് നടക്കും. സിറയിലും ആർ നഗറിലുമാണ് ഉപതിരഞ്ഞെടുപ്പ്. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ബംഗളൂരു തുംകുരു ജില്ലാ ഭരണകൂടങ്ങൾ പൂർത്തിയാക്കി. ബിജെപിയും കോൺഗ്രസും ജെഡിയുവും 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്തെ ഓരോ പൌരന്റെയും ജീവിതത്തെ സ്പർശിക്കും വിധമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചതെന്ന് പ്രമുഖ ശാസ്ത്രജ്ഞനും നയം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷനുമായ ഡോ കെ കസ്തൂരിരംഗൻ. ചെന്നൈയിലെ IITDMൽ നടന്ന ബിരുദദാന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21ാം നൂറ്റാണ്ടിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സമത്വത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കാൻ നയം ലക്ഷ്യം വെക്കുന്നു. ഏകീകൃതവും എന്നാൽ അയവുള്ളതുമായ സമീപനമാണ് പുതിയ നയം പുലർത്തുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഖാരിഫ് സീസണിൽ 742 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. FCIയുടെയും സംസ്ഥാന ഏജൻസികളുടെയും സഹായത്തോടെയാണ് ഈ റെക്കോർഡ് നേട്ടം കൈവരിക്കുന്നത്. കഴിഞ്ഞ വർഷം 627 ലക്ഷം ടൺ നെല്ലാണ് സംഭരിച്ചത്. വാങ്ങൽ കേന്ദ്രങ്ങളുടെ എണ്ണം 30,709-ൽ നിന്ന് 39,122 ഉയർത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ലോക്ഡൌണിനെ തുടർന്ന് ഒരിടത്തും ഭക്ഷ്യക്ഷാമം ഉണ്ടായില്ല. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയിലൂടെ 80 കോടി ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് 7,983 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7,330 പേർ രോഗമുക്തരായി. 7,049 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 786 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 27 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1,484 ആയി. 62 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,999 സാമ്പിളുകൾ പരിശോധിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,91,440 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 8 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 686 ആയി. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ 10 ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി. 15 ദിവസത്തേക്കാണ് നീട്ടിയത്. ഈ കാലയളവിൽ 5-ലധികം പേരുടെ കൂടിച്ചേരൽ അനുവദിക്കില്ല. പൊതുഗതാഗതം, സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ, ആശുപത്രികൾ എന്നിവ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91.34% പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,000-ലധികം പേർ രോഗമുക്തരായി. ഇതോടെ ആകെ രോഗം ഭേദമായവരുടെ എണ്ണം 74,32,000 പിന്നിട്ടു. ആകെ രോഗബാധിതരിൽ 7.16% പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 5,82,000 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 48,268 പേർക്കാണ്. കഴിഞ്ഞ ദിവസം 551 പേർ കൂടി കോവിഡ് ബാധിച്ച് മരണമടഞ്ഞതോടെ മരണസംഖ്യ 1,21,641 ആയി. 1.49% എന്ന ഇന്ത്യയിലെ മരണനിരക്ക് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണ്. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,60,00,000 കടന്നു. 11,95,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. 3,33,00,000-ഓളം പേർ രോഗമുക്തി നേടി. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്കയിലും യൂറോപ്പിലും കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും വർധന രേഖപ്പെടുത്തി. IPLൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 9 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 110 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 14.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺസ് എടുത്തു. 13 കളികളിൽ 9 വിജയവുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് മുംബൈ. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബോളിംഗ് തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ലൈഫ് മിഷൻ സിഇഒ UV ജോസിനെയും യുണിടാക് ഉടമ സന്തോഷ് ഈപ്പനെയും M ശിവശങ്കറിനൊപ്പമിരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് എന്നിവരെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനൊപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ആഗോള ഐക്യം അനിവാര്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 145ാം ജന്മദിനത്തിൽ സർദാർ വല്ലഭ്ഭായ് പട്ടേലിന് രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജനങ്ങളുമായി ബന്ധം പുലർത്താനും പ്രതികരണശേഷിയുള്ളവരാകാനും ശ്രദ്ധിക്കണമെന്ന് സിവിൽ സർവീസ് ട്രെയിനികളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും.
കേരളത്തിൽ ഇന്ന് 7,983 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 7,330 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 91% കടന്നു. ഐപിഎല്ലിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് ജയം. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും നേർക്കുനേർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.